ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ 10 മണിക്കാണ് ഉറങ്ങിയെണീറ്റത്. ആരെങ്കിലും ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് 10 മണി വരെ കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ ഇതാ ഞാൻ എണീറ്റ് നാസ്തയൊക്കെ കഴിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും കൂടിയിട്ട് ചക്കയൊക്കെ കൊത്തിയരിയുന്നുണ്ട്. ഇവിടെ പെരുന്നാളായാലും പിന്നെ എല്ലാ അണങ്ങത്തീസും വരും. മരുമക്കളൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ മരുമക്കളുടെ ഒരു ബഹളം ലഹളയായിരിക്കും അവരുടെ മക്കളും എല്ലാവരുമായിട്ട്. അങ്ങനെ ചക്കയൊക്കെ കൊത്തിയരിഞ്ഞത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനിയന് പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. അവർ മാങ്ങയൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. പച്ചമാങ്ങയും കാന്താരിമുളകും ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്ത് പിന്നെ 2 ചെറുനാരങ്ങ കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി ആയാൽ നമ്മുടെ ജ്യൂസ് റെഡി. നല്ല അടിപൊളി ഇപ്പോഴത്തെ ചൂട്ടിനൊക്കെ പറ്റിയ ജ്യൂസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇപ്പോൾ ചൂട് സീസണല്ലേ, മാങ്ങക്കാലവും ആയതുകൊണ്ട് എല്ലാവർക്കും വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിതാ കുടിച്ച് നോക്കുന്നുണ്ട്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, മറ്റേ ആളിതാ കുടിച്ചിട്ട് ടേസ്റ്റ് പറയുന്നുണ്ട്. ഇവൾക്ക് പിന്നെ പുളിയും മധുരം അങ്ങനത്തെ എല്ലാം നല്ല ഇഷ്ടമായതുകൊണ്ട് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മ ഇതാ ചക്കയൊക്കെ കൊത്തിയരിഞ്ഞതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഉപ്പുമാണ് അതിലിട്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പിന്നെ നമുക്കൊക്കെ റെസ്റ്റാണ് കേട്ടോ. ഉമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കൽ, ചോറും കറിയൊക്കെ. ഉമ്മ അവിടെ നിന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് കളിക്കുക. ഇന്ന് ഇതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പണിയെടുക്കാണ്ട് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒച്ചപ്പാടും ബഹളവും ലഹളവും ആണ്. കളീൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഉമ്മാൻ്റെ പിന്നെ മുരിങ്ങയിലെ വറവുമായിട്ടുണ്ട്, പിന്നെ ചെറുപയർ കറിയായിട്ടുണ്ട്, പിന്നെ ഇതാ പൊങ്ങളുണ്ടാക്കിയ ചമ്മന്തി ആയിട്ടുണ്ട് മാങ്ങൻ്റെ. അങ്ങനെ നമ്മൾ ഇതാ വട്ടത്തിലിരുന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉമ്മാൻ്റെ ചക്കയൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മ ഇതാ കാച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കടുകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അത് നമ്മുടെ ചക്കയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവിയിട്ട് അതും പിന്നെ കാന്താരി മുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഇലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചക്കയൊക്കെ ഉമ്മ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ വന്നാൽ നല്ല ഇഷ്ടമാണ് ഫുഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മുളകൊക്കെ ഉമ്മ അടിച്ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിഞ്ഞാലും നല്ല ഇഷ്ടമാണ്. പുറക്ക് പോയാൽ ഞാൻ ഇങ്ങനെയൊന്നും കഴിക്കില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ വന്നാൽ ഇതൊക്കെ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഇഷ്ടമാണ്. നമ്മളെ കണ്ടാൽ ഇവർക്കും ഒരു പൊലിവാണ്. പിന്നെ ചക്ക വെക്കാനും കപ്പ വെക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ഇതുപോലെ എല്ലാവരും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞിട്ട് വട്ടത്തിൽ ഒരുപോലെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് കണ്ടിട്ട് ഇതുപോലെ പുറക്ക് പോയിട്ട് ഉണ്ടാക്കിയാൽ ഒരു മനുഷ്യൻ തൊടൂല. എരിഞ്ഞിട്ട് അടുത്ത് എനിക്ക് എരിവൊന്നും പറ്റൂല. ഇവിടെ വന്നാൽ ഞാൻ എല്ലാവരും കൂട്ടുന്നത് പോലെ കണ്ടിട്ട് വേറെ വന്നിട്ട് ഞാനും കൂട്ടും. കണ്ട ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ടെല്ലാം കഴിക്കും. നല്ല എരിവുണ്ട്. അവസാനം ഞാൻ ഉമ്മാനോട് നാരങ്ങ മുട്ടായി വാങ്ങിയിട്ട് തിന്നിട്ടാണ് എൻ്റെ എരിവ് പോയത്. എരിവ് അധികമായ പിന്നെ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോയത്. ഞാനിന്ന് പെരക്കേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പം പിന്നെ ഇവിടുന്ന് ആരും വിടുന്നില്ല, നാളെ സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരും വിടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അലക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ തോട്ടിലേക്ക് പോയിട്ട് അലക്കുന്നതാണ്. ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ തോട്ടിലൊക്കെ വന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ പാടൊക്കെ ഈ തോട്ടിലേക്ക് വരാൻ ഭയങ്കര പേടിയാണ്. ഇപ്പം ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ടേ പോകും, ഒറ്റക്കൊന്നും ഞാൻ പോകില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പാമ്പിനൊക്കെ കാണും അങ്ങനത്തതുകൊണ്ട് മുമ്പേ ഞാൻ പാമ്പിനൊക്കെ കാണുമ്പം തിരിച്ച് ഓടലാന്ന്. എൻ്റെ പൊന്നോ കൂക്കിക്കൊണ്ട് ഓടും. അപ്പം തന്നെ അവർക്ക് തിരിയും ഓളാടിയോ പാമ്പിനെ കണ്ടിട്ടുണ്ട് എന്ന്. പിന്നെ എൻ്റെ മുട്ടോളം വെള്ളമുണ്ട്, മുട്ടിൻ്റെ മേലെ ഉണ്ടാവും വെള്ളം. ഒരു ഫസ്റ്റെല്ലാം കീനപ്പം ഭയങ്കര വിറയലായിരുന്നു, തണുത്തിട്ട് കാല് വെള്ളത്തിൽ വെക്കുക. അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് വേഗം അലക്കി കഴിയുണ്ടാ. നമ്മളെ നാട്ടിൽ നിന്ന് അലക്കും പോലെയല്ല. പിന്നെ കല്ലുമെന്നൊക്കെ അലക്കുമ്പം കുറേ സമയം എടുക്കൂലേ. ഇതിന്ന് വേഗം അലക്കി കഴിയും. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അയലുമ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ മൾബറി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ഓരോ മരത്തിൻ്റെ മുകളിലും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാകും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ ഉണ്ടാകുമ്പം അതൊക്കെ പറിച്ചിട്ട് കഴിക്കാനൊക്കെ. ഇവിടെ ചക്ക, മാങ്ങ, പിന്നെ മൾബറി, പിന്നെന്ത് മറ്റേ റംബുട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാതും ഇവിടെ വന്നാൽ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചിട്ട് തിന്നാം. നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടപ്പാലിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ
പുഡിങ് ഉണ്ടാക്കാനൊക്കെ നല്ലോണം പറ്റും. ആദ്യമൊക്കെ പിടിച്ചപ്പം ചെറുതായിരുന്നു, ഇപ്പം നിറയെ പിടിക്കുന്നതുകൊണ്ട് നല്ല വലിപ്പത്തിൽ ആകുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പ് ഞാൻ കൊണ്ടുപോയിട്ട് നട്ടിട്ടുണ്ടായിനി. എൻ്റെ നാട്ടിൽ അങ്ങനെ വേഗമൊന്നും കിട്ടൂല, നല്ല പോലെ ഒന്നും ഉഷാറായിട്ട് കിട്ടൂല. എന്നാലും അതിനെ ഞാൻ നോക്കുന്നുണ്ട്, ഒരു പരിധിവരെ നോക്കുന്നുണ്ട്. എൻ്റെ തിരക്കും കാര്യങ്ങളിൻ്റെ ഇടയ്ക്കെല്ലാം നോക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ പറിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതുപോലെ നല്ല മധുരം ഉണ്ടാവും. ഇതേ കളറ് ബ്ലാക്ക് കളർ വന്നാൽ പിന്നെ ആ കുറച്ച് ചുവപ്പ് കാണുന്നത് കുറച്ചൊരു പുളിപ്പും കൂടി ഉണ്ടാവും. പിന്നെ ഇതാ ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന മരത്തിൽ പിടിച്ച ചക്കയാണ്. അതൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് കുഞ്ഞു വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും